നമസ്കാരം. അകമ്പുറത്തിലേക്ക് സ്വാഗതം. കേരളത്തെ കാതികുടം വിളിക്കുന്നു. സോളാർ വിവാദകാലത്ത് പ്രഭാവത്തിൽ കേരളത്തിലെ എല്ലാ ജനകീയ പ്രശ്നങ്ങളും നിറം മങ്ങി തുടങ്ങിയ കാലത്താണ് ശുദ്ധജലത്തിനും ശുദ്ധവായുവിനും വേണ്ടി സംസാരിച്ച് അടികൊള്ളേണ്ടി വന്ന ഒരു കൂട്ടം മനുഷ്യർ തങ്ങളുടെ ഗ്രാമത്തിലേക്ക് കേരളത്തിൻ്റെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. കഴിഞ്ഞ 10-30 വർഷമായി തങ്ങളുടെ ഗ്രാമത്തെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നു എന്ന് ആ മനുഷ്യർ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സ്ഥാപനത്തിനെതിരെ ശബ്ദമുയർത്തുന്നത് അത്ര വലിയ കുറ്റമാണോ? കോൺഗ്രസ് നേതാവ് MLA TN പ്രതാപൻ, ജനം സമരം ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ട്രേഡ് യൂണിയൻ നേതാവ് CPMൻ്റെ നേതാവ് KN ഗോപിനാഥൻ, ഈ സമരത്തിൽ അണിനിരക്കുന്ന കാതികുടത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ പ്രതിനിധികൾ, സ്വാഗതം എല്ലാവർക്കും. എന്തിനാണ് കാലാകാലങ്ങളായി നിറ്റ ജലാറ്റിൻ എന്ന സ്ഥാപനത്തിനെതിരെ ജനം കാതികുടത്ത് സമരം ചെയ്യുന്നത്? 1979 തൃശൂരിലെ കാട്ടുകുറ്റി പഞ്ചായത്തിൽ കാതികുടം എന്ന കുഗ്രാമത്തിൽ ചാലക്കുടി പുഴയുടെ കരയ്ക്ക് പ്രവർത്തനം തുടങ്ങുമ്പോൾ KPCLന് നാട്ടുകാരുടെ വലിയ സ്വാഗതമാണ് ലഭിച്ചത്. നാടിന്റെ വികസനവും നാട്ടുകാരുടെ തൊഴിലുമൊക്കെ എല്ലുപൊടിച്ച് ഓസിൻ ഉണ്ടാക്കുന്ന കമ്പനി വഴി വരുന്നത് അവർ സ്വപ്നം കണ്ടു കാണണം. ജലാറ്റിൻ നിർമ്മാണത്തിലെ അസംസ്കൃത വസ്തുക്കളായ ഓസിനും ലൈംഡ് ഓസിനുമാണ് ഇവിടെ നിർമ്മിക്കുന്നത്. മൃഗങ്ങളുടെ എല്ലിൽ നിന്നാണ് ഉൽപാദനം. 120 ടൺ എല്ലും 1,20,000 ലിറ്റർ ഹൈഡ്രോക്ലോറിക് ആസിഡും ഓസിൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. പ്രോസസ്സിങ്ങിന് കമ്പനി തന്നെ പറയുന്ന കണക്കനുസരിച്ച് ഓരോ ദിവസവും 62,90,200 ലിറ്റർ വെള്ളവും ഉപയോഗിക്കുന്നുണ്ട്. യഥാർത്ഥ ഉപഭോഗം ഇതിന്റെ 3 ഇരട്ടി വരുമെന്ന് നാട്ടുകാരും പറയുന്നു. ഈ വെള്ളം മുഴുവൻ ശുദ്ധീകരിക്കാതെ പുറത്തുവിടുന്നെന്നാണ് പ്രധാന ആരോപണം. ചാലക്കുടി പുഴയിൽ നീരൊഴുക്ക് കൂടുമ്പോൾ കമ്പനിക്കകത്ത് സ്റ്റോക്ക് ചെയ്യുന്ന മാലിന്യം മുഴുവൻ ഈ വെള്ളത്തിനൊപ്പം ഒഴുക്കിവിടുന്നെന്നും ജനം പറയുന്നു. പുറമെ ഖരമാലിന്യങ്ങൾ വളമെന്ന പേരിൽ കടത്തുന്നുണ്ടെന്നും ആരോപണമുണ്ട്. നേരത്തെ മലിനീകരണമില്ലാതെ ഫാക്ടറി പ്രവർത്തനം നടത്തണമെന്നാവശ്യപ്പെട്ട ജനം മുഴുവൻ ഇപ്പോൾ നിറ്റ ജലാറ്റിൻ എന്ന കമ്പനി ഇവിടെ പ്രവർത്തിക്കാനേ പാടില്ലെന്ന നിലപാടിലാണ്. ശ്രീ TN പ്രതാപൻ, ഒരു സ്ഥാപനം മലിനീകരണമില്ലാതെ പ്രവർത്തിക്കണം എന്ന് ജനത്തിന് ആവശ്യപ്പെടാം. അത്തരം ആവശ്യങ്ങളുടെ കൂടെ നിൽക്കാം. പക്ഷേ പുറന്തള്ളുന്ന ഡിസ്ചാർജ് പൈപ്പ് അടച്ചുകെട്ടുക, സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കാനേ സമ്മതിക്കില്ല എന്ന് പ്രഖ്യാപിക്കുക, ഇത് നിയമം കയ്യിലെടുക്കലല്ലേ, അരാജകത്വമല്ലേ? അത്തരം ഒരു ആവശ്യങ്ങളുടെ കൂടെ എങ്ങനെയാണ് ഭരണപക്ഷ MLA ആയ താങ്കൾക്ക് നിൽക്കാൻ കഴിയുന്നത്? ചാലക്കുടി പുഴയിലെ വെള്ളത്തിലേക്ക് ഈ കമ്പനിയിൽ നിന്നും വരുന്ന മലിനജലം കണ്ണുകൊണ്ട് കണ്ട ആളാണ്. ആ മലിനജലത്തിലൂടെ കടന്നു വരുന്ന മാലിന്യം കൂമാരമായി കൂടി അതിന് സ്ലഡ്ജ് നേരിട്ട് പോയി കണ്ട് ബോധ്യപ്പെട്ട ആളാണ്. ആ പ്രദേശത്ത് നിരവധി ദിവസങ്ങൾ ചെന്ന് നിന്ന് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവുമായി അവിടുത്തെ ജനത പറയുന്നതോട് എത്രമാത്രം ശരിയുണ്ടെന്നറിയാൻ വേണ്ടി വായു മലിനീകരണം നേരിട്ട് പോയി അനുഭവിച്ച ആളാണ്. എനിക്ക് ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു അവിടെ പോയതിനു ശേഷം. എൻ്റെ കണ്ണ് ചുവന്ന് കണ്ണിന് ചൊറിച്ചൽ വന്നു. ആ പ്രദേശത്ത് പോയി 1.5 മണിക്കൂർ നിന്നതിന് ശേഷം എൻ്റെ സ്കിന്നിൽ ചൊറിച്ചൽ അനുഭവപ്പെട്ടു. 100 ചില്ലാൻ കോടി രൂപയാണ് ഒരു വർഷം ഈ കമ്പനിയുടെ ലാഭം. അപ്പോൾ കമ്പനിക്ക് പണമില്ലാഞ്ഞിട്ടല്ല, സാങ്കേതിക വിദ്യയെക്കുറിച്ച് അറിയാഞ്ഞിട്ടല്ല, ഇവിടെയുള്ള ഈ പൊള്യൂഷനെ പറ്റി ബോധ്യമില്ലാഞ്ഞിട്ടല്ല. ഇതേപോലെ തന്നെയാണ് കമ്പനിയിലെ ജലം ഒഴുകി പോകുന്നത്. ആർക്ക് വന്നാലും കാണാം. ഇപ്പോൾ അകമ്പുറം മാതൃഭൂമി ശ്രീകളെ കാണിച്ചില്ലേ? ആ ജലം ഒഴുകി വരുന്ന സ്ഥലം ചെന്ന് നോക്കൂ. ആ സ്ഥലത്ത് ചെന്നാൽ അത് ബോധ്യമാകും. അതിൻ്റെ തൊട്ടടുത്താണ് കുടിവെള്ള പ്ലാന്റുകളുള്ളത്. ഞാൻ കുടിക്കുന്ന വെള്ളത്തിൻ്റെ പ്ലാന്റ് അതിനടുത്ത് വൈന്തലയിൽ. അതിനപ്പുറത്ത് ഒരു സംസ്കരണവുമില്ലാത്ത നേരിട്ട് ചാലക്കുടി പുഴയിൽ നിന്നും വെള്ളം എടുത്തിട്ടാണ് പല സ്ഥലത്തേക്കും കൊടുക്കുന്നത്. ഇപ്പോൾ പ്ലാന്റ് ഇല്ലാതെ പോലും കൊടുക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് കാതികുടത്തെ ജനത ആഗ്രഹിക്കുന്നതും പറയുന്നതും അവരുടെ സങ്കടവും നിലവിളിയും 100% ന്യായമാണ്. അല്ലാതെ അവിടെ ഒരു വ്യവസായ സ്ഥാപനം അടച്ചുപൂട്ടി അത്തരത്തിലൊരു നെഗറ്റീവ് സമരമല്ല അവിടുത്തെ ജനതയുടെ സമരം. ശ്രീ KN ഗോപിനാഥ്, താങ്കൾ ആ നാട്ടുകാരനല്ല, അവിടെ താമസിക്കുന്ന ആളല്ല, ഒരുപക്ഷെ എറണാകുളംകാരനാണ്, CPMൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. അവിടുത്തെ ജനങ്ങളുടെ നീറുന്ന പ്രശ്നം താങ്കളുടെ പ്രശ്നമല്ലാത്തത് ഒരുപക്ഷെ താങ്കൾ ആ നാട്ടുകാരനല്ലാത്തത് കൊണ്ടാണോ? ഞാൻ ആ നാട്ടുകാരനല്ല എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ഞാൻ അവിടെ ദീർഘകാലമായി തൊഴിലാളി സംഘടനയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ ആ കമ്പനിയുമായിട്ട് ഒരു കുടുംബം എന്ന പോലെ തന്നെ ഇൻവോൾവ് ചെയ്യുന്നതാണ്. ഒരു കമ്പനി പരിസരം മലിനീകരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ ഇര യഥാർത്ഥത്തിൽ തൊഴിലാളിയാണ്. എന്നിട്ടും എന്തുകൊണ്ട് ഈ മലിനീകരണം ഒഴിവാക്കി കമ്പനി പ്രവർത്തിക്കണമെന്ന് കൃത്യമായി കമ്പനി മാനേജ്മെന്റിനോട് പറയാൻ താങ്കളുടെ ഉൾപ്പെടെയുള്ള ട്രേഡ് യൂണിയനുകൾക്ക് കഴിയുന്നില്ല? ട്രേഡ് യൂണിയനുകൾ വളരെ കർശനമായി പരിസ്ഥിതി മലിനീകരണ
സംവിധാനങ്ങൾ ഉറപ്പുവരുത്തുന്നതിനാവശ്യമായി കമ്പനിയിൽ നിരന്തരമായി ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തുകയും പഴയ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി കമ്പനി ആ കാര്യത്തിൽ ഏറ്റവും അധികം ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എക്കാലത്തും നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് കാരണക്കാർ തങ്ങളല്ല എന്നാണ് കമ്പനിയുടെ നിലപാട്. ഫാക്ടറി തൊഴിലാളികൾക്ക് സമരക്കാർ ആരുടെയോ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങി തങ്ങളുടെ തൊഴിൽ ഇല്ലാതാക്കാൻ വന്ന കൂലിക്കാരാണ്. ഏത് സമരത്തിലെയും പോലെ ഇവിടെയും തൊഴിലാളികൾ മാനേജ്മെന്റിനു വേണ്ടി സംസാരിക്കുന്നു. സമരത്തിന് പിറകിൽ മാവോയിസ്റ്റുകളാണ്. ഫാക്ടറി തകർക്കാൻ വിദേശത്തു നിന്ന് പണം വരുന്നു. ചാലക്കുടി പുഴയിൽ മലിനീകരണമുണ്ടാക്കുന്നത് വേറെ ആരോ ആണ് എന്നിങ്ങനെ പോകുന്നു കമ്പനിയുടെ അവകാശവാദങ്ങൾ. തെളിവിനായി ദൃശ്യങ്ങളും അവർ നിരത്തുന്നു. കാതികുടം ഗ്രാമത്തിനു വേണ്ടി NGIL ജീവനക്കാർ. നിറ്റ ജലാറ്റിൻ വെള്ളം പുറന്തള്ളുന്ന പൈപ്പിന്റെ 7 കിലോമീറ്റർ വരെ ദൂരെയാണ് മത്സ്യങ്ങൾ ചത്തുപൊന്തിയതെന്ന് കമ്പനി അവകാശപ്പെടുന്നു. മത്സ്യം ചത്തുപൊന്താൻ കാരണം അമോണിയയും നൈട്രേറ്റുമാണെന്ന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കണ്ടുപിടുത്തവും അവർ ഉയർത്തിക്കാട്ടുന്നു. കമ്പനി പുറന്തള്ളുന്ന മാലിന്യത്തിൽ ഇത് രണ്ടുമില്ല. പിന്നെങ്ങനെ ചാലക്കുടി പുഴയിൽ ഇതൊക്കെ വരുന്നതിന് തങ്ങൾ കുറ്റക്കാരാവും എന്നാണ് അവരുടെ ചോദ്യം. ചാലക്കുടി MLA BD ദേവസി നിയമസഭയിൽ ഉന്നയിച്ച സബ്മിഷന് കിട്ടിയ മറുപടിയും കമ്പനി തെളിവായി ഹാജരാക്കുന്നുണ്ട്. കമ്പനിയുടെ പെർമിസിബിൾ ആയിട്ടുള്ള ഔട്ട്ലെറ്റിൻ്റെ ഒരു 3 കിലോമീറ്റർ അപ്പുറത്ത് ആദ്യം മത്സ്യം ചത്തുപൊങ്ങി. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് 4 കിലോമീറ്റർ, മൊത്തം 7 കിലോമീറ്റർ അപ്പുറത്ത് രണ്ടാമത്തെ ദിവസം മത്സ്യം ചത്തുപൊങ്ങി. ഇങ്ങനെ അവിടെ കാണുന്ന ഈ മത്സ്യം ചത്തുപൊങ്ങലാണെങ്കിലും ചത്തുപൊങ്ങി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് അതിന് ഉത്തരവാദികളായിട്ടുള്ള കണ്ടുപിടിക്കണം എന്നാവശ്യപ്പെട്ട് ട്രേഡ് യൂണിയനുകൾ പൊസിഷൻ എടുത്തിട്ടുണ്ട്. MLA നേരത്തെ ചൂണ്ടിക്കാണിച്ചു. അത് മാത്രമല്ല കമ്പനി ഈ കാര്യത്തിൽ അവർ ഹൈക്കോടതിയോട് പറഞ്ഞിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഈ കാര്യത്തിൽ വേണമെന്നാണ്. കമ്പനി തന്നെ ചെയ്ത തെറ്റിന് ഹൈക്കോടതി പോകുന്നൊരു പ്രാന്ത് കമ്പനി കാണിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇത് കേരള വാട്ടർ അതോറിറ്റി ഏറ്റവും അവസാനം ഈ കഴിഞ്ഞ മത്സ്യം ചത്തുപൊന്തിയ ദിവസങ്ങളിൽ കേരള വാട്ടർ അതോറിറ്റി എടുത്ത റിപ്പോർട്ടിൻ്റെ കോപ്പിയാണത്. എറണാകുളം ജില്ലാ കളക്ടർക്ക് കൊടുത്താണ്. എറണാകുളം ജില്ലാ കളക്ടറുടെ അധികാര പരിധിയിൽ വരുന്ന ഭാഗത്തു നിന്നും എടുത്ത വെള്ളത്തിൻ്റെത്. ഈ റിപ്പോർട്ട് മാത്രം എടുത്താൽ മതി. ഇതിനകത്ത് എത്രമാത്രം ഈ വെള്ളത്തിൽ മാലിന്യമുണ്ടെന്ന് കണ്ടുപിടിക്കട്ടെ. ആരാണെന്ന് കണ്ടുപിടിക്കട്ടെ. കമ്പനിയാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സൈഡിൽ നിന്ന് കണ്ടുപിടിച്ചോട്ടെ. യാതൊരു വിരോധമില്ല. പ്രതാപൻ MLA തന്നെ ഇടയ്ക്ക് ഇടപെട്ടുകൊണ്ട് വളരെ ശക്തമായി ജനകീയ പ്രക്ഷോഭം എന്നുള്ള നിലയിൽ അവിടെ വന്നിട്ടുള്ളൊരു ജനകീയ പ്രക്ഷോഭം എത്രമാത്രം ജനം ഉണ്ടെന്നറിയില്ല. ഈ സമരസമിതിയുടെ അനിൽകുമാർ പോലും അതിൻ്റെ പ്രധാന ഭാരവാഹി പോലും ആ കമ്പനിയിൽ 18 കൊല്ലക്കാലം വർക്ക് ചെയ്ത ആളാണ്. അയാളുടെ അനുഭവമാണ്. ഞാനൊന്ന് പറയാം. അന്നേ വരെ ഇല്ലാത്ത ഒരു മാലിന്യ പ്രശ്നം വളരെ പെട്ടെന്ന് കമ്പനിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ മാലിന്യ പ്രശ്നമായിട്ട് വരുന്നത് തന്നെ ദുരൂഹതയുണ്ട്. അനിൽകുമാറിൻ്റെ വീട് ഈ കമ്പനിയുടെ ഏറ്റവും അടുത്ത് താമസിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ ഇപ്പോൾ മരിച്ചു പോയി എന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും ഏറ്റവും ആരോഗ്യവതിയായിട്ടും ആരോഗ്യവാന്മാരായിട്ടും അവിടെ താമസിക്കുന്നുണ്ട്. ഈ കമ്പനി പോലെ തന്നെ ജലാറ്റിൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്ത് 2-3 കമ്പനികളുണ്ട്. ഇന്ത്യക്കകത്ത് തന്നെ 7 കമ്പനികൾ വേറെ പ്രവർത്തിക്കുന്നുണ്ട്. അതെല്ലാം സ്വകാര്യ കമ്പനികളാണ്. ഇതാണ് ഗവൺമെൻറ് സ്റ്റേക്ക് ഹോൾഡറുള്ള ഏക കമ്പനി. അതുകൊണ്ട് ഈ കമ്പനി അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന, മാർക്കറ്റ് വിദ്യകളൊക്കെ ശ്രമിക്കുന്ന മറ്റേതോ സ്രോതസ് ഈ സമരക്കാരിൽ ചിലരുടെയെങ്കിലും പിന്നിലുണ്ടോ എന്നുള്ളത് സംശയിച്ചാൽ കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നാണ് ഞാൻ പറയുന്നത്.